ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അറിയുന്ന കാര്യമാണെങ്കിൽ പോലും അതിനെ നടപ്പിലാക്കാൻ പലരും തയ്യാറല്ല. ഈശ്വരൻ ഏതൊരാളിൻ്റെയും ഹൃദയത്തിൽ കയറാൻ ഈശ്വരന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഭയങ്കര ഇഷ്ടമാണ്. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വസിക്കാനാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം, ഈശ്വരന് ഏറ്റവും ഇഷ്ടം. അവർക്ക് ദേവാലയങ്ങളുണ്ട്. ദേവാലയങ്ങളിൽ ഇരിക്കുന്നതിനേക്കാളും അവർക്ക് പ്രിയം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലിരിക്കാനാണ്. ആ ഹൃദയം പൂ പോലുള്ളതാണ്, വിടർന്ന താമര പോലെയാണ്, റോസാപ്പൂ പോലെയാണ്, സൗന്ദര്യം നിറഞ്ഞ ഒരു പൂ പോലെയാണ് ഓരോരുത്തരുടെയും ഹൃദയം. ആ പൂവിൽ അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലകളും എല്ലാമേ ചേർന്നതാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിൽ നിന്നും, അതായത് താമര പൂവാണ് നമ്മുടെ ഹൃദയം. വളരെ വളരെ അഴുകിയ ചെളിയിൽ നിന്നാണ് ഈ താമര ഉണ്ടാകുന്നത്. ആ താമരയുടെ പുറത്താണ് സകല ദേവീ ദേവന്മാരും ഇരിക്കുന്നത്. അപ്പം നമ്മളുടെ ഹൃദയവും അതേപോലെ തന്നെയാണ്. ഈ ഹൃദയത്തിലിരിക്കാനാണ് ദൈവങ്ങൾക്കിഷ്ടം. പക്ഷെ ദൈവം ഇങ്ങനെ തേടി തേടി നടക്കും ഏത് ഹൃദയത്തിലാണ് ഇരിക്കേണ്ടതെന്ന്. പക്ഷേ ആ താമരപ്പൂവിനെ ഒന്നുകിൽ അവർ മൂടി വയ്ക്കും, അല്ലെങ്കിൽ ആ ചെളിയിൽ തന്നെ താഴ്ത്തി വയ്ക്കും. നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് നാം തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് വിടർന്നിരിക്കണമോ, അത് വാടിയിരിക്കണമോ, അത് കൊഴിഞ്ഞിരിക്കണമോ, അതിനെ ചെളിയിലോട്ട് തന്നെ താഴ്ത്തി വയ്ക്കണമോ എന്നെല്ലാം തീരുമാനിക്കുന്നത് നാം തന്നെയാണ്. വിടർന്നിരിക്കുന്ന താമരപ്പൂവിൽ മാത്രമേ ഭഗവാന് കയറാൻ പറ്റൂ. വിടർന്നിരിക്കുന്ന ഒരു പൂവിൽ നിന്നും മാത്രമേ തേനെടുക്കാൻ വണ്ടുകൾക്ക് കഴിയുകയുള്ളൂ. അതേപോലെ തന്നെയാണ് വിടർന്നു നിൽക്കുന്ന ഈ താമരപ്പൂവിനകത്തു മാത്രമേ ഭഗവാനെ കയറിപ്പറ്റാൻ കഴിയൂ. പക്ഷെ അതിനുള്ള അവസരം നാം കൊടുക്കുന്നതേയില്ല. കാരണം നമുക്ക് ചെളിയിൽ കിടക്കാനാണ് ഇഷ്ടം. നമ്മൾക്ക് അതിൽ നിന്നും കൊഴിഞ്ഞു വീഴാനാണ് ഇഷ്ടം, അതിനെ മൂടി വയ്ക്കാനാണ് ഇഷ്ടം, അതിനെ അടച്ചു വയ്ക്കാനാണ് ഇഷ്ടം, എല്ലാ തരത്തിലും അതിനെ വേദനിപ്പിക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ ഭഗവാനെ കയറാനേ കഴിയില്ല. ഭഗവാൻ കയറാതിരുന്നാലും കുറ്റം പറയും, ഭഗവാൻ കയറിയാലും കുറ്റം പറയും. നമ്മൾ കുറ്റം ഉണ്ടാക്കുന്നത് നാം തന്നെയാണ്. ഈശ്വരനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പോലും അറിയാതെയാണ് നാം ഈശ്വരനെ പഴിക്കുന്നത്. നമ്മളിൽ തെറ്റുണ്ടോ, കുറ്റമുണ്ടോ, കുറവുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഈശ്വരനിൽ എന്തെല്ലാം കുറ്റങ്ങളാണുള്ളത്, ഏതെല്ലാം കുറവുകളാണുള്ളത്, എന്തെല്ലാം കുഴപ്പങ്ങളാണുള്ളത് എന്ന് തേടി തേടി പോകാൻ നമ്മൾക്കൊരു മടിയുമില്ല. അതേപക്ഷെ നമ്മളുടെ ഹൃദയം തുറന്നു വെച്ചിട്ട് ഈ ചെളിയിൽ നിന്നും വിടർന്നു വരുന്ന ഈ താമരപ്പൂവിനെ തേടി ഭഗവാൻ എത്തും. ഈ വിടർന്നിരിക്കുന്ന താമരപ്പൂവിൽ നിന്നും ഭഗവാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ഭഗവാൻ ഉള്ളിൽ കയറിയാൽ ഞങ്ങൾക്കൊരു നാശവുമില്ല, ദുരിതവുമില്ല, ദുഃഖവുമില്ല, രോഗവുമില്ല എന്ന് തിരിച്ചറിയാൻ ഉള്ള ബോധം അവർ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുന്നതായിട്ട് കണക്കാക്കിയിട്ട് മുന്നോട്ട് പോകും. ഇതിൻ്റെ ഫലം ഭഗവാനല്ല ദോഷം, നമ്മൾക്ക് തന്നെയാണ് ദോഷം. നമ്മളുടെ ദോഷത്തിനെ മാറ്റാൻ നമ്മൾക്ക് 100% കഴിയും. ആ ചെളിയിൽ നിന്നും വരുന്ന താമരപ്പൂവിനെ തണ്ടുകൾ കൊണ്ട് ഉയർത്തിയാൽ മാത്രം മതി, നല്ലവണ്ണം ഉയർന്നു നിൽക്കും. അതിൽ നിന്ന് വരുന്ന സുഗന്ധവും നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയും. തുറന്നിരിക്കുന്ന താമരപ്പൂവിൽ ഭഗവാൻ ദേവനായാലും ദേവിയായാലും പറന്നിറങ്ങും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇരിക്കാനുള്ള സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുക്കും. ആ നിമിഷം തൊട്ട് നമ്മൾക്കും ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ വലുതായി മാറും. ഈശ്വരനെ സ്നേഹിക്കാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല, ഈശ്വരനെ അംഗീകരിക്കാതിരിക്കാനും ആർക്കും കഴിയില്ല. അംഗീകരിക്കാത്ത ആൾക്കാർ അംഗീകരിക്കാതിരുന്നോട്ട്, നമുക്കതിൽ പരാതി പരിഭവമൊന്നുമില്ല. പക്ഷെ ആനന്ദത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ
ഈശ്വരൻ എന്ന വൻ ശക്തിയെ നമ്മൾ കൂട്ടുപിടിച്ചേ പറ്റൂ. നമ്മുടെ ഹൃദയത്തിന് സ്ഥാനം കൊടുത്തേ പറ്റൂ. ആ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവിനെ ഭഗവാനിലെ ആ പീഠത്തിൽ നമ്മൾ ഇരുത്തിയേ പറ്റൂ. അവിടെ ഇരുന്ന് ഭഗവാൻ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും എല്ലാ ദുരിതങ്ങൾ മാറ്റുകയും ചെയ്യും. അതിനു പകരം നാം തന്നെ അതിനെ മൂടി വച്ചിട്ട്, നാം തന്നെ അതിനെ ചെളി കൊണ്ട് നിറച്ച് വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഉയരാനോ അതിൽ നിന്ന് മാറാനോ നമ്മൾക്ക് കഴിയുകയില്ല. അതിനുള്ള അവസരം നാം തന്നെയാണ് കൊടുക്കുന്നത്. ഈ അവസരം കൊടുക്കുന്നതിന് പകരം നല്ല അവസരം കൊടുത്ത് ഈശ്വരനെ സ്വീകരിച്ചാൽ എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾക്കുണ്ട്. അതിനെ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ നശിപ്പിച്ച് കളയാതെ നേടിയെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും, എടുക്കാൻ എല്ലാവർക്കും കഴിയുകയും ചെയ്യും. എടുക്കുന്ന ആൾക്കാർ സന്തോഷത്തോടെ ജീവിക്കട്ടെ, എടുക്കാത്ത ആൾക്കാർ അത് ഓർത്ത് വേദനിച്ച് വിഷമിച്ച് ജീവിക്കട്ടെ. എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാൻ കൊടുക്കണം. എല്ലാ ആൾക്കാരും ഈ മഹാഭാഗ്യം എടുക്കുകയും വേണം. എല്ലാവർക്കും കിട്ടിട്ട് എല്ലാവരും എടുക്കട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു. ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗ നിവാരണവും.